ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കേരള സർവകലാശാലയുടെ കീഴിൽ കാര്യവട്ടത്ത് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദിയെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രേക്ഷകർക്ക് ചെറിയൊരു അറിവ് നൽകുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഏറ്റവും മനോഹരമായ ബിൽഡിങ്ങുകളിലൊന്നായ ONV മെമ്മോറിയൽ ബിൽഡിങ്ങിലാണ്. ഇവിടെയാണ് ഹിന്ദി അടക്കമുള്ള ഭാരതീയ ഭാഷകളൊക്കെ പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിച്ചു. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത് 1990-ലാണ്. ഈ 35 വർഷക്കാലത്തിനിടയിൽ ഈ ഡിപ്പാർട്ട്മെന്റ് വളരെ ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ പ്രേക്ഷകർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹെർമൻ PJ, ഹിന്ദി വിഭാഗത്തിൻ്റെ വിഭാഗാധ്യക്ഷനാണ്. ഈ വിഭാഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 1990-ലാണ് കേരള സർവകലാശാലയുടെ ഹിന്ദി വിഭാഗം ആരംഭിച്ചത്. ഈ ഹിന്ദി വിഭാഗത്തിൽ നടക്കുന്ന കോഴ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഗവേഷണ വിഭാഗമുണ്ട്, അവിടെ PhD വിദ്യാർത്ഥികളുണ്ട്. ഏകദേശം 35ഓളം ഗവേഷണ വിദ്യാർത്ഥികൾ ഇവിടെ ഗവേഷണം ചെയ്യുന്നുണ്ട്. കൂടാതെ MA ഹിന്ദി കോഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. വർഷങ്ങളിൽ നമുക്ക് ഏതാണ്ട് 28-29 വിദ്യാർത്ഥികൾ നമുക്ക് MA കോഴ്സിൽ പഠിക്കാൻ വരുന്നുണ്ട്. അതുകൂടാതെ PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന് നമുക്ക് ഏതാണ്ട് 20ഓളം കുട്ടികളുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഹിന്ദി ലാംഗ്വേജ് ടെക്നോളജി ഓറിയൻറ്റഡ് ഒരു ലാബ് ഉണ്ട്. ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ വി ഹാവ് എ ഫൈൻ ലൈനപ്പ് ഓഫ് ഫാക്കൽറ്റീസ്. വളരെ എക്സ്പീരിയൻസ് ഉള്ള, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ നമുക്ക് ഈ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇവിടെ ഒരു സീനിയർ പ്രൊഫസർ ഡോക്ടർ ജയചന്ദ്രനുണ്ട്. പിന്നെ 2 പ്രൊഫസർമാർ, പ്രൊഫസർ ഡോക്ടർ ജയശ്രീ, പിന്നെ മൈസെൽഫ് ഡോക്ടർ ഹെർമൻ. പിന്നെ നമുക്ക് 2 അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ഉണ്ട്, ഡോക്ടർ ഇന്ദു, പിന്നെ ഡോക്ടർ സുജിത്ത്. പിന്നെ നമുക്ക് 3 അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ഉണ്ട്, ഡോക്ടർ രാജൻ, ഡോക്ടർ ദീപക്, ഡോക്ടർ ലീന. അങ്ങനെ നല്ല ഒരു ഫാക്കൽറ്റി ലൈനപ്പ് നമുക്ക് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇനിയിപ്പോൾ വിപുലമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സ്, ഒരു അഡ്വാൻസ്ഡ് ലാംഗ്വേജ് ടെക്നോളജി ഡിപ്ലോമ കോഴ്സ് നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ FIUGP കോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികൾക്ക് ഉതകുന്ന രീതിയിലുള്ള അവരുടെ മേജർ കോഴ്സുകളൊക്കെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹിന്ദി ഒരു കരിയറായിട്ട് സ്വീകരിക്കാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ വിപുലമായ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള സർവകലാശാലയുടെ കീഴിലുള്ളത്. ഈ ക്യാമ്പസിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ചേരുന്നതിന് മുൻപ് ഒരു വിദ്യാർത്ഥി ആദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ചോദിക്കേണ്ടത് ഈ ഒരു ചോദ്യമാണ്: ഈ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഓഫർ ചെയ്യുന്നത്? കേരള സർവകലാശാലയിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഓഫർ ചെയ്യുന്ന പോലെ തന്നെ മികച്ച ഒട്ടേറെ ഫെസിലിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദിയും ഓഫർ ചെയ്യുന്നു. അത്തരത്തിൽ കുറച്ച് മികച്ച ഫെസിലിറ്റീസിനെ നമുക്ക് ഇവിടുത്തെ അധ്യാപകരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഞാൻ പ്രൊഫസർ ഡോക്ടർ SR ജയശ്രീ, ഹിന്ദി വിഭാഗത്തിൻ്റെ മുൻ വകുപ്പ് മേധാവിയാണ്. 1990-ലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നത്. അന്ന് ഡോക്ടർ N രവീന്ദ്രനാഥ് സാറാണ് ഇതിൻ്റെ വകുപ്പ് മേധാവിയായിരുന്നത്. ഇന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് 2025 ആകുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മികവുറ്റ ഒരു അക്കാദമിക കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂതന വിഷയങ്ങൾ, അതായത് ഹിന്ദി ഭാഷാ സാഹിത്യത്തിലെ ഏറ്റവും മികവുറ്റ പുസ്തകങ്ങൾ നിറഞ്ഞതാണ് ഞങ്ങളുടെ ലൈബ്രറി. മാത്രമല്ല വിവിധങ്ങളായ അക്കാദമിക പരിപാടികളാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ അധ്യാപകർ, ഗവേഷക വിദ്യാർത്ഥികൾ അവരുടെ കൂട്ടായ്മ കൊണ്ട് നടത്തുന്നത്. ശോധമഞ്ച് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആകർഷകമായ ഗവേഷക കൂട്ടായ്മയാണ്. തുടർന്ന് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി, എറുഡേറ്റ് പ്രോഗ്രാം, ശോധ അധ്യയൻ യാത്ര, നാഷണൽ ഇന്റർനാഷണൽ സെമിനാറുകൾ, ഇൻവൈറ്റഡ് ടോക്ക് തുടങ്ങിയ അക്കാദമിക പരിപാടികൾ ഞങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തുന്നു. ഏറ്റവും വലിയ വിശേഷത ഈ ഡിപ്പാർട്ട്മെൻറ്റിന് നല്ലൊരു ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്.
ഹിന്ദി എക് സരൽ ഭാഷ ഹൈ എന്നാണ് പൊതുവേ പറയാറുള്ളത്. ഇന്ന് ഹിന്ദി പഠിച്ചാൽ ഒരുപാട് തൊഴിൽ സാധ്യതയുണ്ടെന്നും ആൾക്കാർ പറയുന്നു. ഹിന്ദി പഠിച്ചാലുള്ള തൊഴിൽ സാധ്യത എന്താണ്? ഹിന്ദി പഠിക്കുന്നവർക്ക് അത് കഴിഞ്ഞ് ഏതൊക്കെ മേഖലയിൽ ജോലി ലഭിക്കും? ഹിന്ദി പഠിച്ചു കഴിയുന്നവർക്ക് പിന്നീടുള്ള ഉപരിപഠന സാധ്യതകൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ പ്രൊഫസറായ ഡോക്ടർ ആർ ജയചന്ദ്രൻ സാർ വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. MA ഹിന്ദി കഴിഞ്ഞാൽ ഇനി എന്തെന്നുള്ളൊരു ചോദ്യമാണ് പല വിദ്യാർത്ഥികൾക്കും ഉള്ളത്. അതിൽ നിങ്ങൾക്കെല്ലാം അറിയാം, സ്കൂളിൽ ഹിന്ദി പഠനം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉണ്ട്. അപ്പം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എന്ന് പറഞ്ഞ ഒരു തസ്തികയുണ്ട്. അതുമുതൽ ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ്, HSST ഹയർ സെക്കൻഡറി ടീച്ചർ, അതുപോലെ കോളേജ് അധ്യാപകർ, യൂണിവേഴ്സിറ്റി അധ്യാപകർ, അതിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ, സീനിയർ പ്രൊഫസർ വരെ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാവുന്നതാണ്. അതുകൂടാതെ തർജിമ, ട്രാൻസ്ലേഷൻ്റെ ഒരു ഫീൽഡുണ്ട്. അത് എല്ലാ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലും ദേശസാൽകൃത ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഇങ്ങനെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഹിന്ദി ഓഫീസർ തസ്തികകളുണ്ട്. അതുകൂടാതെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും 500-ൽ പരം തസ്തികകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാറുണ്ട്. IT ഫീൽഡുകൾ നിങ്ങൾക്കറിയാം, ടെക്നോ പാർക്കുകൾ പല സംസ്ഥാനത്തുമുണ്ട്. അവിടെയും ലാംഗ്വേജ് ഇവാഞ്ചലിസ്റ്റ് പോലുള്ള തസ്തികകൾ ട്രാൻസ്ലേറ്ററേക്കാളും ഉയർന്ന ശമ്പളത്തിൽ നിങ്ങൾക്ക് സ്വകാര്യ മേഖലയിലും ലഭിക്കുന്നതാണ്. ഉപരിപഠനം നിങ്ങൾ MA കൊണ്ട് നിർത്തണമെങ്കിൽ നിർത്താം. MA കഴിഞ്ഞ് മേലോട്ട് പഠിക്കണമെങ്കിൽ PhD ഉണ്ട്. അതുപോലെ പലരും BA കഴിഞ്ഞ് B.Edന് പോകാതെ, അല്ലെങ്കിൽ BSc കഴിഞ്ഞ് B.Edന് പോകാതെ MA കഴിഞ്ഞാണ് B.Edന് പോകണം. അത് MA കഴിഞ്ഞുള്ള ഡിഗ്രി അല്ലെങ്കിൽ പോലും ഉപരിപഠനമായിട്ട് കണക്കാക്കാം. ആ ഫീൽഡിൽ M.Edന് പോകാം, അതുപോലെ PhDക്ക് പോകാം. PhD നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ സർവകലാശാലയിലും ഹിന്ദിയിൽ PhDക്ക് വ്യവസ്ഥയുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് വിദേശത്തും ഒരുപാട് സാധ്യതകളുണ്ട്. വിദേശത്ത് ഒരു 300ഓളം സർവകലാശാലകളിൽ ഉപരിപഠന സാധ്യതകൾ അമേരിക്ക മുതൽ യൂറോപ്യൻ കൺട്രിയിലും ഓസ്ട്രേലിയയിലും എല്ലാ സ്ഥലങ്ങളിലും ഉപരിപഠന സാധ്യതകൾ പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും ഉപരിപഠന സാധ്യതകളുണ്ട്. പിന്നെ പഠന വകുപ്പുകളിൽ തന്നെ നിങ്ങൾ ഉപരിപഠന സാധ്യത പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പോഷർ കുറച്ചുകൂടെ നന്നാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ അധ്യാപകരാണ്. ഏകദേശം 8ഓളം അധ്യാപകർ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തമായിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഇന്ദു KV, കേരള യൂണിവേഴ്സിറ്റി ഹിന്ദി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി വിഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഹിന്ദി വിഭാഗത്തിലെ ഏറ്റവും നല്ല വിഭാഗങ്ങളൊന്നാണ് കേരള യൂണിവേഴ്സിറ്റി ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ 8ഓളം ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ക്ലാസ്സുകൾ, മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ നൽകുന്നു. ധാരാളം ക്ലബ്ബുകളുണ്ട്. നേച്ചർ ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ്, ഒരുപാട് ഫിലിം ക്ലബ്ബ് തുടങ്ങി ഒരുപാട് ക്ലബ്ബുകൾ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ രാജൻ TK, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഈ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല പഠനാന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഹിന്ദി വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്. വളരെ കഴിവുള്ള അധ്യാപകരുടെ സഹായം വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, അവരുടെ അക്കാദമികമായിട്ടുള്ള കഴിവുകൾ വിപുലപ്പെടുത്തുന്നതിനും വികസിപ്പിച്ചെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഹിന്ദി പഠന വകുപ്പിലുണ്ട്. ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രത്യേകത കൂടി എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കൂടി സൂചിപ്പിക്കുവാനുള്ളത്, ഇപ്പോൾ കേരള സർവകലാശാലയിലെ ഹിന്ദി വകുപ്പിൽ ഒരു സബാൾട്ടൺ സ്റ്റഡീസ് സെൻറ്റർ കൂടി തുടങ്ങുന്നതിനുള്ള ഒരു അനുമതി സർവകലാശാലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഡോക്ടർ ദീപക് KR, കേരള സർവകലാശാല ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ. വിഭിന്നങ്ങളായുള്ള വിഷയങ്ങളെ പറ്റിയുള്ള റിസർച്ച് നടക്കുന്നു. ഒപ്പം തന്നെ PG കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കുന്ന, അവർക്ക് അതിനുശേഷമുള്ള ഹയർ സ്റ്റഡീസിന്, ഇപ്പോൾ PhD ആയാലും അല്ലെങ്കിൽ നെറ്റ് പോലെയുള്ള മത്സര പരീക്ഷകൾ തയ്യാറെടുക്കാൻ വേണ്ടിയായാലും ഇവിടെ ഏറ്റവും നന്നായിട്ട് മോൾഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ്. അധ്യാപകരുടെ ഒപ്പം തന്നെ ലൈബ്രറിയും, അവരുടെ ഫുൾ ടൈം ഈ സ്പൂൺ ഫീഡിങ്ങിൽ ഉപരിയായിട്ട് അവർക്ക് അവരുടേതായ ഒരു നിലയിൽ, സ്വന്തം നിലയിൽ വ്യക്തിത്വ വികസനത്തിനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ക്യാമ്പസും ഒരു ഡിപ്പാർട്ട്മെൻറ്റും ആണ് ഇത്. ഞാനിപ്പോൾ ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിന്ദിയുടെ ലൈബ്രറിയിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് താഴത്തെ ഫ്ലോറിലാണെങ്കിലും ലൈബ്രറി സെക്കൻഡ് ഫ്ലോറിലാണ്. നമുക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടി ലിഫ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏതൊരു വിദ്യാർത്ഥിക്കും, വായിക്കാൻ താല്പര്യമുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും പെട്ടെന്ന് താഴേന്ന് മേളിലേക്ക് എത്താവുന്നതുമാണ്. ഈ ഒരു ലൈബ്രറിക്ക് ഒരുപാട് പ്രത്യേകതകൾ അവകാശപ്പെടാനുണ്ട്.
ഈ ഒരു ലൈബ്രറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 17,000-ലധികം പുസ്തകങ്ങളാണ് ഈ ഒരു ലൈബ്രറിക്ക് സ്വന്തമായിട്ടുള്ളത്. അതിൽ പല പുസ്തകങ്ങളും വളരെ റെയറുമാണ്. അതുകൊണ്ട് തന്നെ സമീപത്തെ കോളേജുകളിലെ വിദ്യാർത്ഥികളിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും മറ്റ് കോളേജുകളിലും ഒക്കെ റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സ്കോളേഴ്സും ഒക്കെ ഇവിടെ വന്ന് പുസ്തകങ്ങൾ റെഫർ ചെയ്യാറുണ്ട്. നമുക്ക് ഈ ഒരു ലൈബ്രറിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഇവിടുത്തെ ലൈബ്രറിയനുമായി സംസാരിക്കാം. ഗുഡ് മോർണിംഗ് ആൾ. എൻ്റെ പേര് ജ്യോതി KS. ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 4 വർഷമായി ലൈബ്രറിയനായിട്ട് തുടരുകയാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 17,000-ന് മുകളിൽ ബുക്സ് ഉള്ള നല്ലൊരു റെഫറൻസ് കളക്ഷനുള്ള ഒരു ലൈബ്രറിയാണ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത്. ഇവിടെയുള്ള എല്ലാ ബുക്സിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയറിലൂടെ ക്രോഡീകരിച്ചിട്ടുണ്ട്. കോഹ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് വീട്ടിലിരുന്ന് പോലും നമ്മുടെ ഈ ലൈബ്രറിയിലെ ബുക്സിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഇതോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജേർണൽസിൻ്റെ ഒരു കളക്ഷൻ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ലൈബ്രറിയിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, മറ്റുള്ള കോളേജിൽ നിന്നും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉൾപ്പെടെ തന്നെ കുട്ടികൾ വന്ന് റെഫറൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളും റിസർച്ച് സ്കോളേഴ്സുമാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റിസർച്ച് സ്കോളേഴ്സിനെയും കുറച്ച് വിദ്യാർത്ഥികളെയും PG വിദ്യാർത്ഥികളെയും ഒക്കെ പരിചയപ്പെട്ട് നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊന്ന് കൂടുതൽ മനസ്സിലാക്കിയാലോ? നമസ്കാരം, എൻ്റെ പേര് ആർഷ രാജ് എന്നാണ്. ഞാൻ ഈ വിഭാഗത്തിലെ PhD സ്കോളറാണ്. ഞാൻ ഇവിടെ തന്നെയാണ് MA പഠിച്ചതും MPhil ചെയ്തതും ഒക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്വാളിറ്റി അത്രയും മികച്ചതായതുകൊണ്ടാണ് ഇവിടെ തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. എൻ്റെ പേര് ശ്രീവർഷ മോഹൻ. ഞാൻ ഇവിടെ തന്നെ 2018-20 ബാച്ചിൽ PG ചെയ്ത വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗവേഷണത്തിന് വേണ്ടിയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ്. മെയിനായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ലൈബ്രറി ഫെസിലിറ്റീസ്, പുറമേയുള്ള കോളേജുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ബുക്സ് കളക്ഷൻസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറിയിൽ ലഭ്യമാണ്. പോരാത്തിന് നമുക്കിവിടെ 8 ഫാക്കൽറ്റീസ് ഉണ്ട്. നമുക്ക് ഇപ്പം ഏത് വിഷയത്തിനും പറ്റിയിട്ട് വേണമെങ്കിലും ഇവരുടെ അടുത്ത് ഏത് നിമിഷം നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട്ലി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന 8 ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കൂടാതെ നമുക്ക് ലാംഗ്വേജ് ലാബ് ഉണ്ട്. നമുക്ക് ഫ്രീ ടൈമിൽ നമുക്ക് 28 കമ്പ്യൂട്ടർ അടങ്ങുന്ന ഒരു ലാംഗ്വേജ് ലാബ് ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഫ്രീ ഇന്റർനെറ്റ് ആണ്. പിന്നെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയുകയാണെങ്കിൽ എറുഡൈറ്റ് പോലുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്താറുണ്ട്. എറുഡൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു എറുഡൈറ്റ് സ്കോളറിന് ഏതെങ്കിലും ഒരു ഹിന്ദി സാഹിത്യത്തിലെ ഭാഷയിലെ വിദഗ്ധരായിട്ടുള്ള ഏതെങ്കിലും സാറുമാരെ കൊണ്ടുവന്ന് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വ്യാഖ്യാൻമാലയാണ് എറുഡൈറ്റ് എന്ന് പറയുന്ന പരിപാടി വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇന്റർനാഷണൽ നാഷണൽ സെമിനാറുകളും ഇവിടെ നടത്താറുണ്ട്. പിന്നെ വാഗ് വിത്ത് എമിനന്റ് സ്കോളർ പോലുള്ള പ്രോഗ്രാമുകളും നമ്മളുടെ ശോധാർത്ഥികൾക്കും സ്നാതകോത്തർ അതായത് PG പിള്ളേർക്കും വേണ്ടിയിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഹായ്, എൻ്റെ പേര് അഞ്ജിത. ഞാൻ നിലവിൽ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു റിസർച്ച് സ്കോളറാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടുത്തെ എക്സ്റ്റൻഷൻ പ്രോഗ്രാമും ഛാത്രയാത്ര എന്ന് പറയുന്ന 2 പ്രോഗ്രാമുകൾ. ഛാത്രയാത്ര എന്ന് പറയുമ്പോൾ ഹിന്ദി മുഖ്യഭാഷയല്ലാത്ത കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി പ്രധാനമായി സംസാരിക്കുന്ന മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സംസ്കാരവും ഭാഷയും പഠിക്കാനും അവിടുത്തെ ലൈബ്രറികൾ വിസിറ്റ് ചെയ്യാനും കോളേജുകൾ സന്ദർശിക്കാനും അവിടുത്തെ സംസ്കാരത്തെ പറ്റി പഠിക്കാനും അവരുടെ ഗ്രാമങ്ങൾ സന്ദർശിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാണ്. മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ പ്രോഗ്രാമാണ്. എക്സ്റ്റൻഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഹിന്ദി ഭാഷയെ കൂടുതൽ അതിനൊരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളുകളിൽ സ്കൂളുകളിലെ ചെറിയ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഹിന്ദി വളരെ സ്മൂത്തായിട്ട് സംസാരിക്കാനും ഇടപെടാനും മറ്റുള്ളവരുമായിട്ട് ഹിന്ദി ഭാഷയിൽ ഇടപെടാനും ഒരു അവസരം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ സ്കോളേഴ്സും PG വിദ്യാർത്ഥികളും ചേർന്ന് ആദിവാസി സ്കൂളുകൾ അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ പോയിട്ട് നമ്മൾ അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നു. അവർക്ക് ഭാഷ വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എൻ്റെ പേര് റിസാന. ഞാൻ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലെ 2nd MA വിദ്യാർത്ഥിനിയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് ഇവിടെ നൽകുന്നത്. പഠിത്തത്തിൻ്റെ മാത്രമല്ല, ഇപ്പം കേട്ടറ്റ് അല്ലെങ്കിൽ നെറ്റ്, സെറ്റ്, PhD പോലുള്ള എല്ലാ എക്സാംസിനും ഞങ്ങളെ ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്താണ് പുറത്തേക്ക് ഇറക്കുന്നത്. ഈ
ഈ ഒരു ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലൂടെ കറങ്ങി നടന്നപ്പോൾ വളരെ രസകരമായ ഒരു മരം എനിക്ക് കാണാൻ സാധിച്ചു. ഇതിൽ എന്തൊക്കെയോ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനെക്കുറിച്ച് ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലെ ഒരു റിസർച്ചർ എന്നെ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരും. നമസ്കാരം, ഞാൻ അഞ്ജന, ഹിന്ദി വിഭാഗം ഗവേഷക വിദ്യാർത്ഥിനിയാണ്. ഈ മരത്തിനെ ശോധതരു അഥവാ റിസർച്ച് ട്രീ എന്നാണ് പറയുന്നത്. PG വിദ്യാർത്ഥികൾക്ക് അവരുടെ അസൈൻമെന്റ്, പ്രോജക്റ്റ്, ഡിസർട്ടേഷൻ വർക്കുകൾക്ക് വേണ്ടി ഇതിൽ നിന്നും ഉചിതമായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായകമാകും. അതുപോലെ തന്നെ ഗവേഷക വിദ്യാർത്ഥികൾക്കും ഇപ്പോഴത്തെ നമ്മുടെ സമകാലീന വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊരു ഇലകളിലൂടെ വിഷയങ്ങളെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഇനി ഞാനും പ്രേക്ഷകരും അറിയാൻ ആഗ്രഹിക്കുക ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാവിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഭാവിയിലെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് നമുക്ക് വളരെ വിശദമായി തന്നെ പറഞ്ഞു തരും. ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാവി പരിപാടികളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ വർഷം ഒരു ഇൻ്റർനാഷണൽ കൊളോക്യം സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇപ്പോൾ ദലിത് ലിറ്ററേച്ചർ, ആദിവാസി ലിറ്ററേച്ചർ ഇതിൻ്റെ പഠനങ്ങളുടെ വിപുലമായ സാധ്യതയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സബാൾട്ടേൺ സ്റ്റഡീസ് സെൻറ്റർ നമ്മളിപ്പോൾ ഈ വർഷം പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സാങ്ഷൻ ആയിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ. അപ്പോൾ ഈ വർഷം നമ്മൾ ആ ഒരു സെൻറ്റർ തുടങ്ങുന്നതായിരിക്കും. അതുകൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വി ഹാവ് എ വെരി സൊഫിസ്റ്റിക്കേറ്റഡ് ഹിന്ദി ലാംഗ്വേജ് ടെക്നോളജി ലാബ്. അപ്പോൾ നമ്മളൊരു അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് ടെക്നോളജി നമ്മൾ ഈ വർഷം തുടങ്ങുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കുട്ടികൾക്ക് പുതിയ പുതിയ വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ധാരണ ലഭിക്കുന്നതിനായിട്ട് എറൂഡൈറ്റ് പ്രോഗ്രാം, ഫ്രോണ്ടിയർ ലെക്ചർ പ്രോഗ്രാം, ഇത്തരം സീരീസിലുള്ള പ്രോഗ്രാംസ്, അതിനകത്ത് നമുക്ക് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള വലിയ വലിയ സ്കോളേഴ്സ് വന്നിട്ട് കുട്ടികളോട് സംവദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഹിന്ദി ഫോർട്ട് നൈറ്റ് സെലിബ്രേഷൻ നടത്തിയിരുന്നത് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിട്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമ്മൾ മൊത്തം സർവകലാശാലയിലെ എല്ലാ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഹിന്ദി ഫോർട്ട് നൈറ്റ് സെലിബ്രേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമല്ല നമ്മുടെ ഈ സർവകലാശാലയുടെ സൗകര്യങ്ങളെ കുട്ടികൾക്കും പുറത്തുള്ള ആൾക്കാർക്കുമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സ്റ്റൻഷൻ പ്രോഗ്രാംസ് നമ്മൾ സ്കൂളുകളിലേക്കും മറ്റു ഹയർ സെക്കൻഡറി സ്കൂളുകളിലോട്ടുമൊക്കെ ചെന്നിട്ട് അവിടെ എക്സ്റ്റൻഷൻ പ്രോഗ്രാംസ്, അപ്പോൾ ഇത്തരത്തിലുള്ള വിപുലമായ ഒരുപാട് പരിപാടികൾ നമ്മൾ ഈ വർഷം ഭാവി പരിപാടിയായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡിലൂടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദിയെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നല്ലൊരു അറിവ് പ്രേക്ഷകർക്ക് ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.